ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ഡൽഹി വേഴ്സസ് രാജസ്ഥാൻ മത്സരത്തിലെ ഈ ഒരു സീസണിലെ ആദ്യത്തെ സൂപ്പർ ഓവർ ത്രില്ലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സൂപ്പർ ഓവർ ത്രില്ലിലൊടുവിൽ ഡൽഹി ജയിക്കുന്നു. ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ ഡൽഹിക്ക് ഇന്നും ജേക്ക് ഫ്രൈസും മകർക്ക് നല്ലൊരു സ്റ്റാർട്ടിംഗ് കൊടുക്കാൻ സാധിച്ചില്ല. എന്നാൽ മികച്ച രീതിയിൽ തന്നെയാണ് അവിടെ അഭിഷേക് പോലും ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സൈഡിൽ നിന്ന് വന്ന് KL രാഹുൽ മികച്ച രീതിയിൽ കളിക്കുന്നു. ഇവിടെ കരുൺ നായരുടെ റണ്ണൗട്ട് വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് പറയാം. പക്ഷേ അവസാന സമയത്ത് അവിടെ അക്സർ പട്ടേലും അതോടൊപ്പം തന്നെ സ്റ്റബ്സും വന്ന് അടിച്ചു കൊടുത്തു തന്നെ നല്ലൊരു സ്കോറിലേക്ക് അവർക്ക് ഉയർത്താൻ സാധിച്ചു. രാജസ്ഥാനും മികച്ചൊരു സ്റ്റാർട്ടിംഗ് തന്നെയാണ് ജയ്സ്വാളും സഞ്ജുവിനെ കൊടുത്തത്. സഞ്ജു ആ ഒരു സമയത്ത് ആ ഒരു സൈഡ് സ്ട്രെയിൻ വന്ന് ഹർട്ടായി പുറത്തേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു സ്കോർ ചേസ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ വളരെയധികം ഹൈ ആയിരുന്നു. ആക്ച്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിതീഷ് റാണയും മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത്. പക്ഷേ 13 ഓവറുകൾ തൊട്ട് റൺസ് വരാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവസാന സമയത്താണ് അടി വന്നത്. പിന്നെ സ്റ്റാർക്കിനെ പോലൊരു ബോളർക്ക് അവിടെ 2 ഓവറുകൾ ബാക്കി നിൽക്കുമ്പോൾ മാക്സിമം എത്രത്തോളം നേരത്തെ കളി ജയിപ്പിക്കാമോ അത്രത്തോളം നേരത്തെ കളി ജയിപ്പിക്കാമായിരുന്നു. പക്ഷേ അവിടെ ഹിറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെയധികം കുറവായിരുന്നു. 13 to 15 അല്ലെങ്കിൽ 12 to 15 ഓവറുകളിൽ അല്ലെങ്കിൽ 16th ഓവർ വരെ. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ആദ്യം കളി പോകുന്നത്. അത് പിന്നീട് വന്ന സ്റ്റാർക്കിൻ്റെ 2 ഓവറുകൾ എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചർ ആയിരുന്നു. ഓൺ സ്ലോട്ട് ബോളുകളായിരുന്നു. അങ്ങനെ അവസാന ഓവറിലെ ആ യോർക്കറുകളെല്ലാം ഭരിച്ചു. ലാസ്റ്റ് സൂപ്പർ ഓവറിലേക്ക് കളി പോകുന്നു. തിരിച്ച് ബാറ്റിങ്ങിനാണെങ്കിൽ രാജസ്ഥാൻ്റെ അവസാന സമയത്തെ ആ 2 റണ്ണൗട്ടുകൾ അനാവശ്യമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ശരിക്കും കളിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റാർക്കിൻ്റെ ലെങ്ത് മാറിപ്പോയത് പിക്ക് ചെയ്ത് കറക്റ്റായിട്ട് ബൗണ്ടറികൾ പിക്ക് ചെയ്തെടുത്തെങ്കിലും പിന്നീട് ആ 2 റണ്ണൗട്ടുകൾ വന്ന് റൺസിൽ കുറച്ച് ഷോട്ട് ആയിപ്പോയി. ഒരു ബോൾ ബാക്കി നിൽക്കുകയാണ് രാജസ്ഥാന് കൂടാരം കയറി പോകേണ്ടി വന്നത്. തിരിച്ച് ബാറ്റിങ്ങിനിറങ്ങിയ ഡൽഹിയെ സംബന്ധിച്ച് സംഭവം ഈസി ആയിട്ടാണ് തോന്നിയത്. ആക്ച്വലി ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പയറ്റേണ്ടത് അവിടെ യോർക്കേഴ്സ് തന്നെയാണ്. ആ ഒരു സമയത്താണ് സന്ദീപ് ആദ്യം ആ ഒരു സ്ലോ ബോൾ ബൗൺസർ വർക്കൗട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പിന്നീട് കറക്റ്റായിട്ട് KL രാഹുൽ ആ ഒരു സ്ലോ ബൗൺസർ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. അത് ഈസി ആയിട്ട് അവിടെ ബൗണ്ടറി കണ്ടെത്തുന്നു. പിന്നെ അടുത്ത ബോൾ യോർക്കർ വെക്കുമ്പോൾ KL രാഹുൽ ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് സിംഗിൾ പോകുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ആ ബൗണ്ടറി പോയ ബോളും കാണാം. അത് സ്ലോ പിച്ചറാണ്. അത് ഈസി ആയിട്ട് തന്നെ അവിടെ സ്റ്റബ്സിന് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഇങ്ങനത്തെ സമയങ്ങളിൽ സ്റ്റാർക്ക് വെച്ച പോലെ തന്നെ യോർക്കറുകൾ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ, കളി കയ്യിലേക്ക് വന്നേനെ. എന്തായാലും രാജസ്ഥാന് വീണ്ടും തോൽവിയാണ്. ഇനി ഈ സീസണിൽ രാജസ്ഥാൻ കംബാക്ക് നടത്താനുള്ള സാധ്യതകൾ വളരെയധികം റെയർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇനി കണ്ടിന്യൂസ് മത്സരങ്ങൾ ജയിച്ചാൽ പോലും നെറ്റ് റൺ റേറ്റ് ഒക്കെ വലിയ വെല്ലുവിളിയാണുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കൈ വന്ന മത്സരം രാജസ്ഥാൻ കളഞ്ഞ പോലാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോഴും. സ്റ്റാർക്കിനെ പോലൊരു ബോളർ അവിടെ ഉള്ളപ്പോൾ എന്തായാലും ഏർലി സ്റ്റേജിൽ ജയിക്കാൻ തന്നെ നോക്കണം. അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല രാജസ്ഥാൻ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്താൻ എന്തായാലും നല്ലൊരു സൂപ്പർ ഓവർ ത്രില്ലർ കാണാൻ സാധിച്ചു. ഇറ്റ്സ് മി ഗോറ. ബൈ ബൈ ഗൈസ്.